വന്യജീവി മനുഷ്യ സംഘർഷം കൊച്ചു കേരളത്തിൽ ഇനിയും ആവർത്തിക്കുമോ? അരിക്കൊമ്പനും ചക്കക്കൊമ്പനും കാടിറങ്ങി വന്ന് അതിക്രമിക്കുമോ? കേരളത്തിൽ വനത്തിനോരം പറ്റി ജീവിക്കുന്ന 200 ഗ്രാമങ്ങൾക്ക് ഇനിയും ആശങ്കപ്പെടേണ്ടി വരുമോ? എന്താണ് ഈ സംഘർഷത്തിന്റെ കാരണങ്ങൾ? എന്താണ് ക്രിയാത്മകമായ പരിഹാരം? കാണാം, കേൾക്കാം. കാടിറങ്ങുന്ന ഭീതിയിൽ. മനുഷ്യരും വന്യജീവികളും ആവാസ വ്യവസ്ഥയുടെ അവിഭാജ്യ ഘടകങ്ങളാണ്. വന്യമൃഗ മനുഷ്യ സംഘർഷമാണ് ഇന്ന് ആഗോളതലത്തിൽ നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഇത് മനുഷ്യന്റെ സാമൂഹികവും സാമ്പത്തികവുമായ ചുറ്റുപാടുകളെ ഏറെ ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട്. കോൺഫ്ലിക്റ്റ് എന്നാൽ പരസ്പരം വേർപിരിഞ്ഞ് കയ്യിലല്ലെന്നും മനുഷ്യരും വന്യജീവികളും സൗഹൃദത്തോടു കൂടി കയ്യിലാണെന്നുമാണ് പ്രകൃതി സംരക്ഷകയും എഴുത്തുകാരിയുമായ ജെയിൻ കുഡുൾ അഭിപ്രായപ്പെടുന്നത്. കേരളത്തിൽ ഇന്നോ ഇന്നലെയോ ചർച്ച തുടങ്ങിയ വിഷയമല്ല വന്യമൃഗ മനുഷ്യ സംഘർഷം എന്നുള്ളത്. മറിച്ച് കാലങ്ങളായി നാം ഈ വിഷയത്തെക്കുറിച്ചുള്ള നിരന്തരമായ ചർച്ചകൾ കേൾക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് നടന്ന മാതൃഭൂമിയുടെ കാൻ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലും DC ബുക്സിന്റെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലും ഒക്കെയും മുഖ്യ വിഷയമായിട്ട് കടന്നു വന്നത് മനുഷ്യ വന്യജീവി സംഘർഷമായിരുന്നു. ഈ ചർച്ചകളും സംവാദങ്ങളുമെല്ലാം വന്യമൃഗ മനുഷ്യ സംഘർഷത്തിന്റെ ആവശ്യകതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. 1972കളിൽ മലയാളത്തിലെ പ്രിയപ്പെട്ട എഴുത്തുകാരിയായ P. വത്സല എഴുതിയ നെല്ലിലും മലയാളത്തിലെ പ്രിയപ്പെട്ട വാഗ്മിയായിരുന്ന സുകുമാർ അഴീക്കോട് എഴുതിയ ആനക്കഥകളിലുമൊക്കെയും മനുഷ്യ വന്യജീവി സംഘർഷത്തെക്കുറിച്ചുള്ള സാഹിത്യ അടയാളപ്പെടുത്തലുകൾ നടന്നു പോയിട്ടുണ്ട്. നമുക്ക് ചില കണക്കുകളിലേക്ക് കടന്നു പോകാം. 1850 മുതൽ 1957 വരെയുള്ള കാലഘട്ടത്തിലെ ബ്രിട്ടീഷ് ഗവൺമെന്റ് കണക്ക് പ്രകാരം അക്കാലയളവിൽ മാത്രം ആനകളുടെ സംഘർഷത്തിൽ ഇന്ത്യയിൽ കൊല്ലപ്പെട്ടത് 1600ഓളം പേരാണ്. 1997 കേരളത്തിൽ ആദ്യമായിട്ട് ഇരിവിക്കുളത്ത് പുള്ളിപ്പുലിയുടെ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വൈൽഡ് ലൈഫ് സെൻസസ് പ്രകാരം 2017 മുതൽ 2019 വരെയുള്ള കാലഘട്ടത്തിൽ കേരളത്തിൽ ആനകളുടെ മാത്രം സംഘർഷത്താൽ കൊല്ലപ്പെട്ടത് 400-ലധികം ആളുകളാണ്. തീർന്നില്ല, വ്യാപകമായ കൃഷിനാശവും സംഭവിച്ചിട്ടുണ്ട്. 5% മുതൽ 10% വരെയും 10% മുതൽ 20% വരെയും കൃഷിനാശം സംഭവിച്ചതായിട്ട് കർഷകർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ കണക്കുകളും റിപ്പോർട്ടുകളും കണ്ടപ്പോൾ നിങ്ങൾ നെട്ടിയോ? അതല്ല നെടുങ്ങിയോ? ഇത്രയും കാലം നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ എവിടെയായിരുന്നു? സർക്കാരിന് വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് CAGയുടെ വ്യക്തമായ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ആ റിപ്പോർട്ട് കൂടി നമുക്കൊന്ന് കാണാം. CAGയുടെ റിപ്പോർട്ടിൽ കേരള സർക്കാരിന്റെ വീഴ്ച രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: കയ്യേറ്റം തടയുന്നതിലും ഒഴിപ്പിക്കുന്നതിലും സർക്കാർ തയ്യാറായില്ല. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും പ്ലാന്റേഷനും വനഭൂമി വിട്ടു നൽകി. അധിനിവേശ സസ്യങ്ങൾ നശിപ്പിച്ചില്ല. സമയബന്ധിതമായി വന്യജീവി സെൻസസ് നടപ്പിലാക്കിയില്ല. 5.63 കോടി മുടക്കി വാങ്ങിയ റേഡിയോ കോളർ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ആനത്താരകളുടെ നിർമ്മാണത്തിലെ അപാകതയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 9 ആനത്താരകൾ നിർമ്മിക്കുമെന്നാണ് സർക്കാർ പറഞ്ഞതെങ്കിലും ഒരു ആനത്താര പോലും നിർമ്മിച്ചിട്ടില്ല. സോളാർ ഫാൻസിംഗ്, SMS അലേർട്ട് സിസ്റ്റം, കമ്മ്യൂണിറ്റി അലാം, കാടിനകത്ത് ജലഭക്ഷ്യ ലഭ്യത ഉറപ്പുവരുത്തൽ എന്നീ പരിഹാര നടപടികളെ ശാസ്ത്രീയമായി നടപ്പിലാക്കാത്തതിന്റെ പരിമിതികൾ എന്നിവയുമെല്ലാം CAG ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 5 വർഷത്തേക്കുള്ള ആക്ഷൻ പ്ലാൻ എന്ന നിലയിൽ 620 കോടിയുടെ പദ്ധതികൾ വനം വകുപ്പ് സർക്കാരിന് നൽകിയെങ്കിൽ പോലും ഒരു പദ്ധതി പോലും നടപ്പിലാക്കിയില്ല എന്നുകൂടി CAG ഖേദകരമായി ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഡെറാഡൂണിലെ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും പെരിയാർ ടൈഗർ കൺസർവേഷൻ ഫൗണ്ടേഷനും തമ്മിൽ കേരളത്തിൽ നടത്തിയ വ്യാപകമായ ഒരു പഠന റിപ്പോർട്ടിൽ വന്യമൃഗ മനുഷ്യ സംഘർഷത്തിന്റെ കാരണങ്ങൾ ഇതൊക്കെയാണെന്ന് അടിവരയിട്ട് പറയുന്നുണ്ട്. എന്തെല്ലാമായിരിക്കും ആ കാരണങ്ങൾ? ആ കാരണങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. ആ റിപ്പോർട്ടിലെ ഒന്നാമത്തെ കാരണം വന്യമൃഗങ്ങളുടെ അമിതമായ വർധനവാണ്. 1993 വൈൽഡ് ലൈഫ് സെൻസസ് പ്രകാരം അക്കാലയളവിൽ കാട്ടുപോത്തുകൾ 4000 ആയിരുന്നുവെങ്കിൽ 2011 വൈൽഡ് ലൈഫ് സെൻസസ് പ്രകാരം അത് 15,000 കവിഞ്ഞിട്ടുണ്ട്. 1993 ആനകൾ 4000 ആയിരുന്നെങ്കിൽ അത് 2011 വൈൽഡ് ലൈഫ് സെൻസസ് പ്രകാരം അത് 7000 8000 കവിഞ്ഞതായിട്ട് റിപ്പോർട്ടുകൾ കാണിക്കുന്നുണ്ട്. ആ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്ന രണ്ടാമത്തെ കാരണം അധിനിവേശ സസ്യങ്ങളുടെ അമിതമായ വളർച്ചയാണ്. അക്കേഷ്യ, കമ്മ്യൂണിസ്റ്റ് പച്ച, തേക്ക്, യൂക്കാലി തുടങ്ങിയവയുടെയൊക്കെയും അമിതമായ വളർച്ച വന്യമൃഗ മനുഷ്യ സംഘർഷത്തിന്റെ ഏറ്റവും വലിയ കാരണമാകുന്നുണ്ട്. മൂന്നാമത്തെ ഒരു കാരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാടിനോടുള്ള മനുഷ്യരുടെ ഇടപെടലുകളുടെ പ്രശ്നമാണ്. മനുഷ്യർ അശാസ്ത്രീയമായ ചില പ്രവർത്തനങ്ങളും വികസന ചില നടപടികളും ഒക്കെ കാടിൽ പോയി ചെയ്യുന്ന സമയത്ത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ കാരണങ്ങളെപ്പറ്റി നാം ചർച്ച ചെയ്തു, രൂക്ഷതയെ പരാമർശിച്ചു. ഇനി എന്താണ് ഇതിന്റെ ക്രിയാത്മകമായ പരിഹാരം? അതിലേക്ക് കൂടി നമുക്ക് കടന്നു ചെല്ലേണ്ടതുണ്ട്. ഒന്നാമത്തെ പരിഹാരമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക, കേരളത്തിലെ 14 ജില്ലകളിലെ കലക്ടർക്ക് ചില ഉത്തരവുകളുണ്ട്. CRPC 133F പ്രകാരമുള്ള ചില പ്രത്യേക നടപടികളുണ്ട്. ആ നടപടിയെ കൃത്യമായി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. തൃശ്ശൂർ ജില്ലയിലെ പിഞ്ചു കുഞ്ഞിന്
ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടായപ്പോഴും ഇടുക്കി ജില്ലയിലെ സാമുവൽ എന്ന് പറയുന്ന ഫോറസ്റ്റ് ഓഫീസറിന് കാട്ടാൻ ആക്രമിച്ചപ്പോഴും ഈ രീതിയിലുള്ള പരിഹാര നടപടികൾ ഉണ്ടായില്ല, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഈ ഒരു നിയമത്തെ പ്രാബല്യത്തിൽ കൊണ്ടുവന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ നിയമത്തെ പ്രാബല്യത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പരിഹാരം. മറ്റൊരു പരിഹാരം ബോധവൽക്കരണങ്ങൾ നടത്തുക എന്നുള്ളതാണ്. വനയോര ഗ്രാമങ്ങളിൽ താമസിക്കുന്ന കർഷകർക്കും കാടുമായി ഇടപെടുന്ന ആളുകൾക്കൊക്കെയും നിരന്തരമായുള്ള ബോധവൽക്കരണം നടത്തുക, അതും ഒരു പരിഹാരമായിട്ട് കാണാൻ സാധിക്കും. മറ്റൊരു പരിഹാരം അഗ്നിവേയ സസ്യങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. കേരളത്തിൽ ആദ്യകാലങ്ങളിൽ ചില സംഘടനകളുടെ അഗ്നിവേയ സസ്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള യാത്രകൾ ഉണ്ടായിരുന്നു. ഇന്നത് ചില പ്രാദേശികമായ ഇടങ്ങളിൽ മാത്രമായി ഒതുങ്ങുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള യാത്രകൾ സജീവമാക്കുക, അഗ്നിവേയ സസ്യങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഒരു പരിഹാരം. മറ്റൊരു പരിഹാരം AI സജീവമായ കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. SMS സംവിധാനവും അതുപോലെ തന്നെ GPS-ഉം അതുപോലെ തന്നെ മറ്റു ചില സംവിധാനങ്ങളൊക്കെ കടന്നു വരുന്നുണ്ട്. ആ സംവിധാനങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക, റേഡിയോ കോളർ നിലവിൽ കൊണ്ടുവരിക, ആനത്താരകൾ സ്ഥാപിക്കുക, ഇതൊക്കെയും പരിഹാരമാണ്. മറ്റൊന്ന് പ്രധാനമായിട്ട് കിടങ്ങുകൾ നിർമ്മിക്കുക, കമ്പിവേലികൾ കെട്ടുക എന്നുള്ളതാണ്. ഇടുക്കി ജില്ലയിലെ ചില വനയോര ഗ്രാമങ്ങളിൽ ഈ രീതിയിലുള്ള നടപടികൾ ഉണ്ടായപ്പോൾ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായി. നമുക്ക് ഈ പ്രശ്നങ്ങളെയൊക്കെയും മറികടന്ന് കൃത്യമായിട്ട് ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട്. വക്കുപറ്റിയ ആശയങ്ങളോ മുടന്തൻ ന്യായങ്ങളോ സ്ഥിരം പല്ലവികളോ ഒഴിവാക്കി സർക്കാർ സംവിധാനങ്ങളോടൊപ്പം ചേർന്നുകൊണ്ടുള്ള കൃത്യമായ പരിഹാര നടപടികളാണ് നമുക്ക് ആവശ്യം. പ്രതീക്ഷയോടുകൂടി പ്രത്യാശയോടുകൂടി നമുക്ക് ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് ഇവിടെ മനുഷ്യന് മനുഷ്യനായിട്ടും ജീവിക്ക് ജീവിയായിട്ടും കഴിയാൻ സാധിക്കുക. അതിനുള്ള സാധ്യതകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.